അമ്മേൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറമ്പിൽ കൂടി ഇങ്ങനെ തെണ്ടി നടക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വന്ന വഴിക്ക് ഈ മുട്ടപ്പഴം കുറച്ചധികം പറിച്ചേക്കാന്ന് വിചാരിച്ചേ ജ്യൂസ് അടിക്കാമല്ലോ. നല്ല വൈറ്റമിൻസും ഉള്ള സാധനമാണല്ലോ. എന്നാൽ പിന്നെ കുറേ പേർക്ക് ഈ പഴത്തെ പറ്റി അറിയത്തില്ല കേട്ടോ. ഈ സപ്പോട്ട പോലെ തന്നെ ഇതിന് ചെറിയൊരു കറയൊക്കെ ഉള്ളത് കൊണ്ട് ഇത് തിന്നാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. മുട്ടേൻ്റെ ഉണ്ണി എങ്ങനെയാണോ അങ്ങനെയാട്ടോ ഈ പഴം പഴുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അങ്ങനെ അത് കുറേ പറിച്ചെടുത്ത് കുറച്ച് ഇടിഞ്ചക്കയൊക്കെ പറിച്ചെടുത്തിട്ട് ഉപ്പേരിയൊക്കെ വെക്കാമല്ലോ എന്ന് ഓർത്തോട്ട് കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഞാൻ വറക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല കരച്ചില്ലായിരുന്നു. അതിൻ്റെ കറ മേത്ത് പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ കുറച്ച് നേരം മാറ്റി നിർത്തിയതാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് കല്ലൊക്കെ അടിച്ച് മാറ്റിക്കണമെന്ന് കേട്ടോ. കാലം അരയ്ക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് പറിക്കുന്നുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചങ്ങ് അധികം പറിച്ചുകൊണ്ട് പോകുന്നു, ഇവിടെയുള്ളവർക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണീൻ്റെ കയ്യിൽ 3 കൊടുത്ത് കുറച്ച് ദൂരം പോയപ്പോൾ പറഞ്ഞു കറിയാവും, അതുകൊണ്ട് ഇങ്ങ് നന്നാക്കി. ഇതൊക്കെ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ആട്ടോ. മൊത്തം കുടുംബക്കാരാണ്, വാഴയാണ് അവർ നട്ടു വെച്ചേക്കണത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എല്ലാ സാധനവും പറിക്ക് വണ്ടിക്കകത്ത് വയ്ക്കുകയാണ്. നിങ്ങളൊക്കെ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടാവണ്ടികൾ കൊണ്ടുവരുമോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ വല്ല പൈസയാണോ സ്വർണ്ണമാണോ വീട്ടിൽ നിന്ന് തരുന്നതെന്നുള്ളത്. നമുക്ക് കുറച്ച് കപ്പളങ്ങയും കുറച്ച് ചക്കയും കുറച്ച് മുട്ടപ്പഴവും ഒക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ സ്വർണ്ണവും പൈസ ഒന്നും തരാനൊന്നും അവർക്കില്ല കേട്ടോ. കുറേ വാഴയുണ്ട്, വാഴത്തോപ്പുണ്ടെന്ന് മാത്രമുള്ളേ. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ടും ചെയ്യണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സഹായിക്കണേ. അങ്ങനെ ഞങ്ങളുടെ കൂടുതൽ വിശേഷമായിട്ട് വരാം കേട്ടോ.